തുടക്കത്തിലെ തോറ്റാൽ കുഴപ്പമില്ല, പക്ഷെ ഒരു പകുതി വഴി നടന്നെത്തിയതിനു ശേഷം തോറ്റുപോകുമ്പോഴുള്ളൊരു വേദനയുണ്ടല്ലോ, അത് കുറച്ച് തീവ്രമാണ്. സ്ഥിരമായി പ്രിലിംസ് പാസ്സാവുകയും എന്നാൽ സ്ഥിരമായി മെയിൻസ് തോൽക്കുകയും ചെയ്യുന്ന കുറെ കാൻഡിഡേറ്റ്സ് ഉണ്ട്. അവരനുഭവിക്കുന്ന ഒരു പെയിൻ ആണ്. ഇൻ കേസ് മെയിൻസ് പാസ്സായാൽ പോലും വളരെ ചെറിയ മാർക്കിന് പാസ്സാവുന്നതുകൊണ്ട് തന്നെ ഫൈനൽ ജോലിയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കാറില്ല. ചുരുക്കി പറഞ്ഞാൽ പ്രിലിംസിൽ നല്ല അടിപൊളിയായി പെർഫോം ചെയ്യും, പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്ക് പെർഫോമൻസ് വളരെ കുറയും. എന്താണ് അതിന്റെ കാരണം? സൊല്യൂഷൻ എന്താണ്? ഇതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ചർച്ച ചെയ്യാണ്. പ്രിലിംസ് പാസ്സാവും, പക്ഷെ മെയിൻസ് തോക്കും. അതാണല്ലോ ഇഷ്യൂ. ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ നിങ്ങൾക്ക് എല്ലാം അറിയാം. എല്ലാവരും പ്രിലിംസ് എഴുതിയതിനു ശേഷം പ്രിലിംസിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കും. റിസൾട്ട് വന്നിട്ട് മെയിൻസ് പഠിക്കാൻ തുടങ്ങും, അപ്പോൾ മെയിൻസ് തോക്കും. പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞ് ഉടനെ തന്നെ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്ന കാൻഡിഡേറ്റ്സിന്റെ കൂടാണ് നിങ്ങൾ മത്സരിക്കുന്നത്. അവരുടെ കൂടെ മത്സരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പഠിക്കാൻ ലേറ്റ് ആയാൽ അത് എങ്ങനെയാ ശരിയാവുക? മനസ്സിലാക്കുക, നിങ്ങൾ ഇപ്പോഴും ലേറ്റ് ആയിട്ടില്ല. ഇനി മുതൽ പഠിച്ചു തുടങ്ങിയാൽ പോലും മെയിൻസിന് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ, സബ് ഇൻസ്പെക്ടർ, ജയിലർ, അങ്ങനെ വലിയ മെയിൻസ് പരീക്ഷകൾ, നല്ല വേക്കൻസികളുള്ള അവസരങ്ങളുള്ള മെയിൻസ് എക്സാംസ് ആണ് വരാനിരിക്കുന്നത്. സോ ഇനിയെങ്കിലും സമയം പാഴാക്കാതെ പഠിച്ച് തുടങ്ങുക. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? കാര്യം പ്രിലിംസ് നമ്മൾ പാസ്സാവുമല്ലോ ഇവര്. കാര്യം ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ്, ഈ സബ്ജക്റ്റിൽ അത്യാവശ്യം ഗ്രിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രിലിംസ് പാസ്സാവാൻ സാധിക്കും. ഈസി ആയിട്ട് തന്നെ പാസ്സാവാൻ സാധിക്കും. പ്രിലിംസ് ഈസി ആയിട്ട് പാസ് ആയല്ലോ, അപ്പം മെയിൻസും അതുപോലെ ഈസി ആയിട്ട് അങ്ങ് പാസ് ആയിക്കൊള്ളും എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഇവരുടെ മനസ്സിലുണ്ട്. മെയിൻസിന് വേണ്ടത് കുറെ കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഴുതടച്ചുള്ള തീവ്രമായ പരിശീലനമാണ്. പ്രിലിംസ് പാസ്സാവുന്ന പോലെ അത്ര എളുപ്പമല്ല മെയിൻസ് ക്രാക്ക് ചെയ്യുന്നത്. അവിടെ നമ്മൾ പഠിക്കേണ്ടുന്ന രീതിയും പഠിക്കുന്ന ബുക്ക് ലിസ്റ്റും പഠനത്തിന്റെ തീവ്രതയും മറ്റൊരു തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. ഇപ്പൊ ഞങ്ങളുടെ ബാച്ചുകളിൽ മെയിൻസിന്റെ സക്സസ് റേറ്റ് വളരെ അധികമാണ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പ്രിലിംസിനും മെയിൻസിനും ഇന്റഗ്രേറ്റ് ചെയ്ത് നല്ല ആഴത്തിലാണ് പഠിപ്പിക്കുന്നത്. സോ പ്രിലിംസിൽ ഒരു ടോപ്പിക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മെയിൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രം എക്സ്ട്രാ പഠിച്ചാൽ മതിയാവും. അത്രയും ആഴത്തിൽ നമ്മൾ പഠിക്കുമ്പോഴാണ് മെയിൻസിൽ നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുക. മൂന്നാമത്തെ കാര്യം റിവിഷൻ തന്നെയാണ്. ഇപ്പം പ്രിലിംസിന്റെ കേസിലെ നിങ്ങൾ അത് ഭീകരമായിട്ട് റിവിഷൻ നടത്തിയില്ലെങ്കിൽ പോലും പ്രിലിംസ് പാസ്സാവും. കാര്യം ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ് 50 മാർക്ക് അവിടെ നിന്നാണ്. പിന്നെ IT, ആർട്ട് ആൻഡ് കൾച്ചറൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോയാൽ നമുക്ക് പ്രിലിംസ് ചാടിക്കിടക്കാൻ പറ്റും. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോൾ ഈ സബ്ജക്ട്സിന്റെ ഒക്കെ വെയിറ്റേജ് റിലേറ്റീവ്ലി കുറവാണ്. അവിടെ നമുക്ക് റിവിഷൻ, GK എന്ന് പറയുന്ന മേഖലയിലെ റിവിഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ടോപ്പിക്സിലെ റിവിഷൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന വിദ്യാർത്ഥി ആരാണോ അവരായിരിക്കും സാധാരണഗതിയിൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുക. 1000 പുസ്തകങ്ങൾ വായിക്കുന്നവനല്ല റാങ്ക് ലിസ്റ്റിലേക്ക് എത്തുന്നത്. ഒരേ ടോപ്പിക് 1000 തവണ റിവിഷൻ നടത്തുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ബാച്ചുകളിൽ എക്സാമിന് മിനിമം 1 മാസം മുമ്പെങ്കിലും സിലബസ് സമഗ്രമായി തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ട് പിന്നെ തീവ്രമായ റിവിഷൻ ക്ലാസ്സിലേക്കും ഇന്റൻസീവ് ആയിട്ടുള്ള റിവിഷൻ പ്രോസസ്സിലേക്കുമാണ് നമ്മൾ പോകുന്നത്. കാര്യം ഞങ്ങൾക്ക് പറയാം, ഈ പഠിപ്പിച്ച് തീർത്തുകൊണ്ട് ആക്ച്വലി വലിയ ഗുണമൊന്നുമില്ല. പഠിപ്പിച്ച് തീർക്കുന്നത് ഫൗണ്ടേഷൻ മാത്രമാണ്. അതിൽ എത്രത്തോളം തീവ്രമായി റിവിഷൻ നൽകുന്നു, നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഇങ്ങനെ അച്ചടിച്ച് വെച്ചതുപോലെ, പ്രിന്റ് ചെയ്ത് വെച്ചതുപോലെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഓരോ ടോപ്പിക്ക് എത്രത്തോളം എഫക്റ്റീവായിട്ട് പതിപ്പിക്കുന്നു എന്നുള്ളത് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ എക്സാം ഹോൾ പെർഫോമൻസ്. സോ പരീക്ഷയുടെ അവസാന നാളുകളിൽ തീവ്രമായ റിവിഷൻ ക്ലാസ്സുകൾ ഉപയോഗിച്ച് തന്നെ ഇനി വരാൻ പോകുന്ന മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചസിലേക്ക് വരാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ മെയിൻസ് എക്സാംസിന് നിങ്ങൾ തയ്യാറെടുക്കുന്നെങ്കിൽ കോംബോ ബാച്ച് ചൂസ് ചെയ്യാം. അതാകുമ്പോൾ ഒരു ഇന്റഗ്രേറ്റഡ് സ്റ്റഡി പ്ലാനിൽ 2, 3, 4 മെയിൻസ് പരീക്ഷയ്ക്ക് നമുക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാൻ സാധിക്കും. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് മെയിൻസിലേക്ക് വരുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അല്ലേ. ജയിലറിന് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ട്, കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രിലിംസിൽ ഇതില്ല. അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ പഠിച്ചാൽ നമുക്ക് പാസ്സാവാൻ പറ്റും. പക്ഷേ മെയിൻസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി റിസർച്ച് ചെയ്ത് സ്പെഷ്യൽ ടോപ്പിക്സിൽ നമുക്കൊരു എക്സ്ട്രാ മാർക്ക് നേടിയെടുക്കാനുള്ള അറിവ് സമ്പാദിക്കണം. സ്പെഷ്യൽ ടോപ്പിക്സ് നിങ്ങൾ ഉഴപ്പിക്കഴിഞ്ഞാൽ മെയിൻസ് പാസ്സാവാൻ നല്ല പാടായിരിക്കും. സോ സ്പെഷ്യൽ ടോപ്പിക്സിൽ നമ്മൾ എത്രത്തോളം ആഴത്തിൽ ഇറങ്ങി പഠിക്കുന്നു അതാണ് നമ്മുടെ വിജയ ശതമാനത്തിനെ നിശ്ചയിക്കുന്നത്. സോ പ്രിലിംസ് പാസ്സായ മൈൻഡ് സെറ്റോട് കൂടി മെയിൻസ് പാസ്സാവാൻ പറ്റില്ല. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചെറുതായിട്ട് മാറ്റിയാൽ മതി. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റ് തന്നെയാണ്. പ്രിലിംസിന് സ്ട്രെസ് മാനേജ്മെന്റ് വേണം. പ്രിലിംസ് പാസ്സാവണമെങ്കിൽ അത്യാവശ്യം സ്ട്രെസ് മാനേജ്മെന്റും ടൈം മാനേജ്മെന്റ് സ്കില്ലും ഒക്കെ വേണം. പക്ഷെ മെയിൻസിലേക്ക് വരുമ്പോൾ ആ സ്കില്ലിന്റെ അളവ് കുറച്ച് കൂട്ടണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രിലിംസ് പാസ്സായ മൈൻഡ് സെറ്റോട് കൂടി മെയിൻസ് എക്സാം ഹോളിൽ പോയി ഇരിക്കരുത്. അവിടെ നമുക്ക് കുറെ കൂടെ പക്വതയുള്ള അനലിറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് സ്കില്ലുള്ള നല്ല അറിവുള്ളൊരു മനസ്സാണ് വേണ്ടത്. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ നമുക്ക് 1-2 മാസം കുത്തിയിരുന്ന് പഠിച്ചാൽ മതി. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അത് മതി. പക്ഷെ എത്രത്തോളം നേരത്തെ പഠിച്ചു തുടങ്ങുന്നു അത്രത്തോളം നിങ്ങളുടെ വിജയ സാധ്യത കൂടിക്കൊണ്ടിരിക്കുക എന്നുള്ള സത്യവും നിങ്ങൾ തിരിച്ചറിയാം. ഇതൊന്നും ഒരു ഇമ്പോസിബിൾ ടാസ്ക് അല്ലെങ്കിൽ ഒരു ബാലികേറാമലയോ വലിയ സംഭവമൊന്നും അല്ല. ഒരു ശരാശരി വിദ്യാർത്ഥിക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ PSC അവരുടെ സിലബസിൽ കൊടുക്കാറുള്ളൂ. പക്ഷേ പ്രോപ്പറായിട്ട് സ്ട്രെസ് മാനേജ്മെന്റും ടൈം മാനേജ്മെന്റും നടത്തി എക്സാം ഹോൾ പെർഫോമൻസ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി കൂട്ടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്.
ചെയ്യുന്നത്. സോ ഞങ്ങൾ ഓരോ ബാച്ച് ലോഞ്ച് ചെയ്യുമ്പോഴും ഇതാണ് ഞങ്ങളുടെ ഒബ്ജക്റ്റീവ്. എക്സാം ഹോൾ പെർഫോമൻസ് നിങ്ങളുടെ എങ്ങനെ കൂട്ടാം, ആ ഒരു ഒബ്ജക്റ്റീവ് മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളുടെ ബാച്ചസിൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്റർവ്യൂ ട്രെയിനിങ് ഇപ്പോഴേ കൊടുക്കും. എടാ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്, പക്ഷെ ഇപ്പോഴേ നിങ്ങൾ ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരു ഫൗണ്ടേഷൻ കിട്ടിയെന്നിരിക്കട്ടെ, അത് നിങ്ങളുടെ കോൺഫിഡൻസിൽ ഉണ്ടാക്കുന്ന ഒരു ഹൈപ്പ് ഉണ്ട്. അത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ KS ബാച്ചിലായിക്കോട്ടെ, LSTDയുടെ പഞ്ചായത്ത് സെക്രട്ടറി ബാച്ചിലായിക്കോട്ടെ, സബ് ഇൻസ്പെക്ടർ ബാച്ചിലായിക്കോട്ടെ, ഞങ്ങൾ മെയിൻസിന്റെ കൂടെ തന്നെ ഇന്റർവ്യൂ ട്രെയിനിങ് കൊടുക്കും. ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവരുടെ ബ്രെയിൻ കെമിസ്ട്രി മാറും. അവർ മനസ്സുകൊണ്ട് തന്നെ അവർ സെറ്റാണ്, ഞാൻ മെയിൻസ് പാസ്സായി കഴിഞ്ഞു, ഇനി എൻ്റെ അടുത്ത ഒബ്ജക്റ്റീവ് ഇന്റർവ്യൂ ആണ്. ആ ഒരു ലെവലിൽ, അല്ലെങ്കിൽ ഫിസിക്കലുള്ളവർ ഫിസിക്കലിന്റെ കാര്യത്തിൽ പോകും. അപ്പൊ ആ ഒരു ലെവലിൽ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. ഈ കോൺഫിഡൻസ് ബൂസ്റ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ മെമ്മറി പവർ, കോൺസെൻട്രേഷൻ, നമ്മുടെ പഠിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ കോംപ്രഹെൻഷൻ എബിലിറ്റി, കോൺസെൻട്രേഷൻ, ഇതൊക്കെ നല്ല രീതിയിൽ കൂടും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബാച്ചസിൽ, മെയിൻസ് ക്ലാസ്സിനോടൊപ്പം ഇടയ്ക്ക് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇന്റർവ്യൂ ട്രെയിനിങ് ഞങ്ങൾ ഇപ്പോഴേ തരുന്നുണ്ട്. ഒരു വിന്നർ, ഒരു വിജയ്, ഒരു റാങ്ക് ഹോൾഡർ മൈൻഡ് സെറ്റോട് കൂടി തന്നെ എക്സാം ഹോളിലേക്ക് നിങ്ങളെ പറഞ്ഞയക്കാനാണ് ഞങ്ങൾ ഈ ഒരു സൈക്കോളജിക്കൽ ടാക്ടിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ LSTD ബാച്ച് ആയിക്കോട്ടെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ബാച്ച്, സബ് ഇൻസ്പെക്ടർ ബാച്ച്, ഞങ്ങളുടെ ഡിഗ്രി ലെവൽ ബാച്ചിൽ ഞങ്ങൾക്ക് ഇത്രയധികം സക്സസ്, ഇത്രയധികം ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സിനെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതും ഇത്തരത്തിൽ സൈക്കോളജിക്കലായിട്ട് കോൺഫിഡൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെയും കൂടെ ഫോക്കസ് ചെയ്ത് കോച്ചിങ് തരുന്നതുകൊണ്ടാണ്. സോ അവസാനമായി എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് ഒരു ഫിൽട്രേഷൻ സ്റ്റേജ്, ഫിൽട്ടർ ചെയ്ത് വിടുന്നത് മാത്രമേ ഉള്ളൂ. മെയിൻസ് ആണ് സെലക്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇന്റർവ്യൂവിന് പോലും അത്രയും വെയിറ്റേജ് ഇല്ല. മെയിൻസിന് നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ് നിങ്ങളുടെ റാങ്കിനെ നിശ്ചയിക്കുന്നത്. സോ സെലക്റ്റഡ് ആവണോ റിജക്റ്റഡ് ആവണോ എന്നുള്ള തീരുമാനം നിങ്ങൾക്ക് മാത്രമാണ് വിട്ടുതരാൻ സാധിക്കുക. ഇവിടെ പ്രിലിംസിനെ പഠിച്ച മൈൻഡ് സെറ്റോട് കൂടി മെയിൻസിന് പഠിക്കരുത്. നിങ്ങൾക്ക് ഒരു പഴുതടച്ചുള്ള രീതിയിൽ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഓരോ ടോപ്പിക്കും കവർ ചെയ്യുന്ന ഫുൾ ഫ്ലെഡ്ജ്ഡ് ബാച്ചസ്, അതിനോടൊപ്പം തീവ്രമായ റിവിഷൻ ക്ലാസ്സുകൾ, ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ 20-ൽ കൂടുതൽ ടീച്ചേഴ്സ് ഈ ബാച്ചിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ ബാച്ചിലുകളിലേക്ക് വരാവുന്നതാണ്. പഴുതടച്ച് ആഴത്തിൽ ആസ്വദിച്ച് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ നിങ്ങൾ ഇപ്പം തന്നെ ഒരു ഉറപ്പ് തരണം, ഈ മെയിൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾ പഴുതടച്ച് പഠിക്കും എന്നതിന് ഉറപ്പ് തരാം. ആ കോൺഫിഡൻസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ കോൺഫിഡൻസ് ഉള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ കമന്റ് സെക്ഷനിൽ വിൻ എന്ന് കമന്റ് ചെയ്യുക. ജയം നിങ്ങളുടേതായിരിക്കണം.